നമസ്കാരം, ഷെക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. തായ്ലൻഡ് തലസ്ഥാനമായ ബാങ്കോക്കിലെ പ്രശസ്തമായ ബാറിലുണ്ടായ വൻ തീപിടുത്തത്തിൽ 27 പേർ ദാരുണമായി കൊല്ലപ്പെടുകയും 60-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ചാതുചക് ജില്ലയിലെ റോങ് ബിയർ നാ ലാറ്റ് പ്രാവോ ബാറിൽ തിങ്കളാഴ്ച പുലർച്ചെയോടെയുണ്ടായ അപകടത്തിൽ മരണസംഖ്യ ഇനിയും ഉയർന്നേക്കാമെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ സൂചിപ്പിക്കുന്നത്. ബാറിലെ മെയിൻ സ്വിച്ച് ബോർഡിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് വൻ സ്ഫോടനത്തിലേക്കും തൊട്ടുപിന്നാലെ നിമിഷങ്ങൾക്കകം തീയും പുകയും പടരുന്നതിലേക്ക് നയിച്ചതെന്നാണ് പ്രാഥമിക വിവരം. അപകട സമയത്ത് വേദിയിലുണ്ടായിരുന്ന സംഗീതജ്ഞരിൽ നിന്നും ദൃക്സാക്ഷികളിൽ നിന്നും തായ് പ്രധാനമന്ത്രി അനുദിൻ ചാർവിൻ വിരാഗുൽ നേരിട്ടെത്തി വിവരങ്ങൾ ശേഖരിച്ചു. ദുരന്തത്തിൽ മരിച്ചവരിൽ 18 സ്ത്രീകളും 9 പുരുഷന്മാരും ഉൾപ്പെടുന്നു. പുകയിൽ ശ്വാസം മുട്ടി രക്ഷപ്പെടുവാനായി ബാറിന്റെ പിൻവശത്തെ ശുചിമുറികളിൽ അഭയം പ്രാപിച്ചവരാണ് മരിച്ചവരിൽ ഭൂരിഭാഗവുമെന്നാണ് പുറത്തുവരുന്ന ഹൃദയഭേദകമായ റിപ്പോർട്ടുകൾ. പരിക്കേറ്റ് വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിക്കപ്പെട്ട 60ഓളം പേരിൽ പലരുടെയും നില അതീവ ഗുരുതരമായി തുടരുകയാണ്. വിവരമറിഞ്ഞ മിനിറ്റുകൾക്കകം അഗ്നിശമന സേന എത്തി അരമണിക്കൂറിനുള്ളിൽ തീ നിയന്ത്രണ വിധേയമാക്കിയെങ്കിലും ബാറിന്റെ ഉൾവശം പൂർണ്ണമായും കത്തിയമർന്നിരുന്നു. ഏതാനും പേരെ കൂടി ഇനി കണ്ടെത്താനുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ ദുരന്ത സ്ഥലത്ത് രക്ഷാപ്രവർത്തനവും തിരച്ചിലും ഇപ്പോഴും ഊർജിതമായി തുടരുകയാണ്. കഴിഞ്ഞ ജൂൺ അവസാന വാരത്തിൽ യൂറോപ്യൻ രാജ്യങ്ങളിലുണ്ടായ കടുത്ത ഉഷ്ണതരംഗത്തെ തുടർന്ന് 10,000-ലധികം ആളുകൾ അധികമായി മരണപ്പെട്ടതായി ഏറ്റവും പുതിയ ഔദ്യോഗിക ആരോഗ്യ വിവരങ്ങൾ വ്യക്തമാക്കുന്നു. ആഗോളതാപനവും കാലാവസ്ഥാ വ്യതിയാനവും മൂലം യൂറോപ്പിൽ വേനൽക്കാല താപനില റെക്കോർഡുകൾ ഭേദിച്ചു കുതിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഞെട്ടിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നിരിക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ ആരോഗ്യ നിരീക്ഷണ ഏജൻസികൾ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം ഫ്രാൻസ്, ഇറ്റലി, സ്പെയിൻ, ജർമ്മനി എന്നീ രാജ്യങ്ങളിലാണ് താപനില സാധാരണ നിലയിലേക്കാൾ ഉയർന്നതിനെ തുടർന്ന് മരണസംഖ്യ കുത്തനെ കൂടിയത്. ജൂൺ 20 മുതൽ ജൂലൈ ആദ്യ വാരം വരെയുള്ള ദിവസങ്ങളിൽ പല നഗരങ്ങളിലും താപനില 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിലായിരുന്നു. മരണപ്പെട്ടവരിൽ ഭൂരിഭാഗവും 65 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരും ഹൃദ്രോഗം, ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ എന്നിവ നേരിട്ടിരുന്നവരുമാണ്. കടുത്ത ചൂട് കാരണം നിർജ്ജലീകരണവും ഹീറ്റ് സ്ട്രോക്കും വന്നതിൽ വൻതോതിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതോടെ ഈ രാജ്യങ്ങളിലെ ആശുപത്രികളും തീവ്രപരിചരണ വിഭാഗങ്ങളും കടുത്ത സമ്മർദ്ദത്തിലാവുകയും ചെയ്തു. ഹരിതഗൃഹ വാതകങ്ങളുടെ പുറന്തള്ളൽ മൂലം ആഗോളതലത്തിൽ ഏറ്റവും വേഗത്തിൽ ചൂടുപിടിക്കുന്ന ഭൂഖണ്ഡമായി യൂറോപ്പ് മാറുകയാണെന്ന് കാലാവസ്ഥാ ശാസ്ത്രജ്ഞർ മുന്നറിയിപ്പ് നൽകുന്നു. വരും വർഷങ്ങളിൽ ഉഷ്ണതരംഗങ്ങളുടെ ദൈർഘ്യവും തീവ്രതയും ഇനിയും വർദ്ധിക്കുമെന്ന റിപ്പോർട്ടുകളുടെ പശ്ചാത്തലത്തിൽ അടിയന്തര പ്രതിരോധ സംവിധാനങ്ങൾ ഒരുക്കുവാനുള്ള നീക്കത്തിലാണ് യൂറോപ്യൻ ഭരണകൂടങ്ങൾ. പശ്ചിമേഷ്യയെ വീണ്ടും യുദ്ധഭീതിയിൽ ആഴ്ത്തിക്കൊണ്ട് അമേരിക്കൻ വ്യോമാക്രമണത്തിന് പിന്നാലെ ജോർദാനിലെയും ബഹ്റിനിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ശക്തമായ തിരിച്ചടി നടത്തി. ഹോർമുസ് കടലിടുക്കിൽ ഇരുപക്ഷവും പരസ്പരം പോർവിളി തുടരുന്ന സാഹചര്യത്തിൽ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കുതിച്ചുയരുകയാണ്. ഇറാനിലെ 140-ലേറെ കേന്ദ്രങ്ങളിൽ അമേരിക്ക നടത്തിയ ഡ്രോൺ വർഷത്തിന് മറുപടിയായാണ് ഇറാന്റെ അപ്രതീക്ഷിത സൈനിക നീക്കം. ജോർദാനിലെ US സൈനിക ക്യാമ്പിലെ ആയുധപ്പുരയും ഇന്ധന ടാങ്കുകളും തകർത്ത ഇറാൻ ബഹ്റിനിലെ US ഡ്രോൺ കമാൻഡ് സെന്ററിന് നേരെയും ശക്തമായ ആക്രമണം അഴിച്ചുവിട്ടു. തങ്ങളുടെ അനുമതിയില്ലാതെ ഹോർമുസ് കടലിടുക്കിലൂടെ ഒരു കപ്പലും കടത്തിവിടില്ലെന്ന് ഇറാൻ പ്രഖ്യാപിച്ചപ്പോൾ അന്താരാഷ്ട്ര ജലപാതയിലൂടെയുള്ള കപ്പലുകൾക്ക് സംരക്ഷണം നൽകുവാൻ സജ്ജമാണെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് മുന്നറിയിപ്പ് നൽകി. തങ്ങളുടെ പരമോന്നത നേതാവിനെതിരെയുള്ള വധഭീഷണിക്ക് വരും ദിവസങ്ങളിലും കൃത്യമായി തിരിച്ചടി നൽകുമെന്ന് ഇറാന്റെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യോമാക്രമണങ്ങൾ കടുത്തതോടെ ആഗോള എണ്ണ വിപണി അതീവ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4% വർധനവോടെ ബ്രെന്റ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $79 കടന്ന് $80 കുതിക്കുകയാണെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെ തങ്ങളുടെ അനുമതിയില്ലാതെ ഒരു കപ്പലിനും കടന്നു പോകാനാവില്ലെന്ന ഇറാന്റെ പ്രഖ്യാപനത്തോടെ മേഖലയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സൈനിക സംഘർഷം ശക്തിപ്പെട്ടു. രാജ്യാന്തര ജലപാതയിലൂടെയുള്ള കപ്പലുകൾക്ക് പൂർണ്ണ സംരക്ഷണം നൽകുവാൻ സജ്ജമാണെന്ന് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് പ്രഖ്യാപിച്ചതോടെ പശ്ചിമേഷ്യ വീണ്ടും കടുത്ത യുദ്ധഭീതിയിലാണ്. 1 ഡസൻ ആണവ ബോംബുകളേക്കാൾ പ്രാധാന്യമുള്ളതാണ് തങ്ങൾക്ക് ഹോർമുസ് കടലിടുക്കെന്ന് ഇറാൻ സൈനിക നേതൃത്വം പരസ്യമായി അവകാശപ്പെട്ടു. ഇതിന് പിന്നാലെ ഇറാനിലെ ബന്ദൻ അബ്ബാസ്, സിരിക്, ഖഷം ഉൾപ്പെടെയുള്ള 140-ലേറെ താവളങ്ങളിലേക്ക് അമേരിക്ക വൻതോതിൽ ഡ്രോൺ ആക്രമണം അഴിച്ചുവിട്ടു. അമേരിക്കൻ നീക്കത്തിന് കടുത്ത തിരിച്ചടിയായാണ് ജോർദാൻ, ബഹ്റൈൻ എന്നിവിടങ്ങളിലെ US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ നടത്തിയത്. കൂടാതെ കുവൈത്തിലേക്കും ഖത്തറിലേക്കും ഇറാൻ നടത്തിയ വിനാശകരമായ ഡ്രോൺ ആക്രമണങ്ങളിൽ ഒരു കുട്ടിയടക്കം 4 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഹോർമൂസിൽ GFS ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിനെ തുടർന്ന് ആരംഭിച്ച ഈ സൈനിക സംഘർഷം ആഗോള വിപണിയെയും പിടിച്ചുകുലുക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യ അശാന്തമായതോടെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 4% വർദ്ധിച്ച് ബാരലിന് $80 കുതിക്കുകയാണ്. മെക്സിക്കോയിലുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ 9 പേർ മരിക്കുകയും 4 അമേരിക്കൻ പൗരന്മാർ ഉൾപ്പെടെ 10-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. വിനോദസഞ്ചാരികൾ സഞ്ചരിച്ചിരുന്ന വാഹനങ്ങൾ ഉൾപ്പെടെ 1-ലധികം വണ്ടികൾ തമ്മിൽ കൂട്ടിയിടിച്ചാണ് ഈ വൻ ദുരന്തമുണ്ടായതെന്നാണ് ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ വ്യക്തമാക്കുന്നത്. മെക്സിക്കോയിലെ പ്രധാന ഹൈവേയിലുണ്ടായ ഈ ദാരുണമായ അപകടത്തിൽ 9 പേർ സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു. പരിക്കേറ്റ 10ഓളം ആളുകളെ ഉടൻ തന്നെ സമീപത്തെ വിവിധ അത്യാഹിത വിഭാഗം ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. പരിക്കേറ്റവരിൽ 4 പേർ അമേരിക്കൻ US പൗരന്മാരാണെന്ന് അധികൃതർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതിൽ ചിലരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണെന്നാണ് മെക്സിക്കോ
മെക്സിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അതിവേഗത്തിൽ വന്ന ഒരു വാഹനം നിയന്ത്രണം വിട്ട് മറ്റ് വാഹനങ്ങളിലേക്ക് ഇടിച്ചു കയറിയതാണ് അപകടത്തിന് കാരണമായതെന്നാണ് പ്രാഥമിക നിഗമനം. അപകടത്തെ തുടർന്ന് തകർന്ന വാഹനങ്ങൾ ഹൈവേയിൽ നിന്ന് നീക്കം ചെയ്യുവാനും ഗതാഗതം പുനഃസ്ഥാപിക്കുവാനുമുള്ള ശ്രമങ്ങൾ മണിക്കൂറുകളോളം നീണ്ടുനിന്നു. മെക്സിക്കോയിലെ US എംബസി അധികൃതർ പരിക്കേറ്റ തങ്ങളുടെ പൗരന്മാർക്ക് ആവശ്യമായ നയതന്ത്ര സഹായങ്ങളും അടിയന്തര ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമാക്കുവാൻ പ്രാദേശിക ഭരണകൂടവുമായി ബന്ധപ്പെട്ടു വരികയാണ്. പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി പരത്തി ഇറാനിലെ 140-ലേറെ കേന്ദ്രങ്ങളിൽ അമേരിക്ക അതിശക്തമായ ഡ്രോൺ ആക്രമണം നടത്തി. അമേരിക്കൻ നീക്കത്തിന് പിന്നാലെ ഗൾഫ് രാജ്യങ്ങളായ കുവൈത്തിലും ഖത്തറിലും ഇറാൻ നടത്തിയ തിരിച്ചടിയിൽ വ്യാപക നാശനഷ്ടവും ആളപായവും ഉണ്ടായതോടെ രാജ്യാന്തര വിപണിയിൽ ക്രൂഡ് ഓയിൽ വില വർദ്ധിച്ചു വരികയാണ്. ഇറാനിലെ ബന്ദൻ അബ്ബാസ്, സിരിക്, ഘർഷം മേഖലകളെ ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ സെൻട്രൽ കമാൻഡ് വൻ വ്യോമാക്രമണം അഴിച്ചുവിട്ടത്. മഹഷാറിലെ വാട്ടർ പമ്പിംഗ് സ്റ്റേഷൻ നേരെയുണ്ടായ ആക്രമണത്തിൽ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടതായി ഇറാൻ മാധ്യമങ്ങൾ സ്ഥിരീകരിക്കുന്നുണ്ട്. അമേരിക്കൻ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ കുവൈത്തിലേക്കും ഖത്തറിലേക്കും ഇറാൻ ഡ്രോൺ ആക്രമണം നടത്തുകയായിരുന്നു. ഖത്തറിലുണ്ടായ ആക്രമണത്തിൽ ഒരു കുട്ടിയടക്കം 3 പേർ കൊല്ലപ്പെടുകയും കുവൈത്തിൽ ഡ്രോൺ പതിച്ച ഒരാൾക്ക് പരിക്കേൽക്കുകയും വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. തന്ത്രപ്രധാനമായ ഹോർമൂസ് കടലിടുക്കിൽ GFS ഗാലക്സി എന്ന കപ്പൽ ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സംഘർഷം അതിരൂക്ഷമായത്. വിയറ്റ്നാമിലെ വിനോദസഞ്ചാര കേന്ദ്രമായ ഫു ക്വോക് ദ്വീപിന് സമീപം 15 ഇന്ത്യൻ വിനോദസഞ്ചാരികളുടെ മരണത്തിന് ഇടയാക്കിയ സ്പീഡ് ബോട്ട് ദുരന്തവുമായി ബന്ധപ്പെട്ട് ബോട്ട് ക്യാപ്റ്റനെ വിയറ്റ്നാം പോലീസ് അറസ്റ്റ് ചെയ്തു. സുരക്ഷാ നിയമങ്ങൾ ലംഘിച്ചതിനാണ് 57-കാരനായ ക്യാപ്റ്റനെ ദക്ഷിണ ആങ്ജിയാങ് പ്രവിശ്യയിലെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ശനിയാഴ്ച മേറൂട്ട് ആൻഡ് ഖോയ് ദ്വീപിന് സമീപം 32 ഇന്ത്യൻ വിനോദസഞ്ചാരികളും 3 വിയറ്റ്നാം ജീവനക്കാരും ഒരു ടൂർ ഗൈഡും സഞ്ചരിച്ച ബോട്ടാണ് ശക്തമായ തിരമാലകളിൽപ്പെട്ട് മറിഞ്ഞത്. കടലിൽ പെട്ടെന്നുണ്ടായ കാലാവസ്ഥ വ്യതിയാനവും ശക്തമായ കാറ്റുമാണ് ബോട്ട് അപകടത്തിന് കാരണമായതെന്ന് വിയറ്റ്നാം അധികൃതരുടെ പ്രാഥമിക വിലയിരുത്തൽ. അപകട സമയത്ത് പല സഞ്ചാരികളും ലൈഫ് ജാക്കറ്റ് ധരിച്ചിരുന്നില്ലെന്നും ബോട്ട് മറിഞ്ഞയുടൻ ഏതാനും പേർ ബോട്ടിൽ തൂങ്ങിക്കിടക്കുകയായിരുന്നുവെന്നും ദൃക്സാക്ഷികൾ വ്യക്തമാക്കുന്നു. സമീപത്തുണ്ടായ മറ്റ് ടൂറിസ്റ്റ് ബോട്ടുകളും മറ്റ് ജെറ്റ് സ്കീകളും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തകർ 21 പേരെ കടലിൽ നിന്ന് രക്ഷപ്പെടുത്തി. പരിക്കേറ്റവരിൽ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന 15 പേർ സുഖം പ്രാപിച്ച് ഇന്ത്യയിലേക്ക് തിരിച്ചുപോയതായി ഹനോയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. നിലവിലെ ഫ്യൂകോക്കിലെ ആശുപത്രിയിൽ ഒരാൾ അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മരിച്ച 15 ഇന്ത്യക്കാരുടെയും ഭൗതിക ശരീരങ്ങൾ ജന്മനാട്ടിലേക്ക് എത്തിക്കുവാനുള്ള നടപടികൾ വേഗത്തിലാക്കിയതായി എംബസി അധികൃതർ വ്യക്തമാക്കി. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. ഇറാന്റെ മുൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയുടെ വധത്തിന് പ്രതികാരമായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള 13 ലോക നേതാക്കളെ വധിക്കുവാനുള്ള ലിസ്റ്റ് ഇറാന്റെ ഔദ്യോഗിക മാധ്യമം പുറത്തുവിട്ടു. ഖമേനിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം അദ്ദേഹത്തിന്റെ മകനും പുതിയ പരമോന്നത നേതാവുമായ മുജ്തബ ഖമേനി പ്രതികാര പ്രഖ്യാപനം നടത്തിയതിന് തൊട്ടു പിന്നാലെയാണ് ഈ നിർണായക നീക്കം. ഇറാന്റെ തലസ്ഥാന നഗരത്തിൽ നിന്നുള്ള പ്രമുഖ മാധ്യമമായ ഹംഷഹാരിയാണ് ലോക നേതാക്കളുടെ ചിത്രങ്ങൾ സഹിതമുള്ള ലിസ്റ്റ് ഇൻഫോഗ്രാഫിക്സായി പുറത്തുവിട്ടത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് പുറമെ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു, ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാമർ എന്നിവരും ഈ പട്ടികയിലുണ്ട്. പ്രതികാരം ചെയ്യുന്നത് ഞങ്ങളുടെ ജനതയുടെ അന്തിമ തീരുമാനമാണെന്നും പട്ടികയിലുള്ള കുറ്റവാളികൾക്ക് സ്വന്തം കിടക്കയിൽ കിടന്നുള്ള സമാധാനപരമായ മരണം വിധിയിൽ ഉണ്ടാവില്ലെന്നും മുജ്തബ ഖമേനി പ്രസ്താവിച്ചു. US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ, പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്ത്, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ, ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലണി, ജർമ്മൻ ചാൻസലർ ഫ്രെഡറിക് മെർസ് എന്നിവരാണ് ലിസ്റ്റിലെ മറ്റ് പ്രമുഖർ. കഴിഞ്ഞ ഫെബ്രുവരിയിൽ അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി നടത്തിയ വ്യോമാക്രമണത്തിലാണ് അലി ഖമേനി കൊല്ലപ്പെട്ടത്. തങ്ങളുടെ രാജ്യത്തിന് നേരെ നടന്ന ആക്രമണങ്ങളെ അപലപിക്കാതിരിക്കുകയും US യുദ്ധവിമാനങ്ങൾക്ക് വ്യോമപാത തുറന്നു നൽകുകയും ചെയ്തതിലൂടെ യൂറോപ്യൻ രാജ്യങ്ങളും ഈ ക്രൂരതയിൽ പങ്കാളികളായെന്നാണ് ഇറാൻ കുറ്റപ്പെടുത്തുന്നത്. ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.